ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ണൂരാണുള്ളത്, എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ അയ്യപ്പൻ മഠമുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ അച്ഛൻ എല്ലാ കൊല്ലവും മാല ഇടലുണ്ട്. അച്ഛനിപ്പോൾ ഗുരുസ്വാമിയാണ്, ഇക്കൊല്ലവും മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം തൊട്ടേ അച്ഛൻ്റെ കെട്ടുനിറയൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ ഗുരുസ്വാമി ഉണ്ടായിരുന്നു. ഗുരുസ്വാമീൻ്റെ കെട്ടുനിറക്ക് എല്ലാ കൊല്ലവും നമ്മൾ പോക്കൊക്കെ ഉണ്ട്. ഗുരുസ്വാമി ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇവർ കമ്മിറ്റിക്കാർക്ക് കൂടി ഓരോ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് അയ്യപ്പൻ വിളക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം നടത്തുന്നത് അയ്യപ്പൻ തീയാട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടി ഒരു 12 മണി 11:45 ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നോക്കുമ്പം കളം വരക്കുന്നുണ്ട് അവർ. അപ്പം ഞാൻ ചെറിയ ഷോർട്സ് ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായത്, 2-3 ക്ലിപ്സൊക്കെ എടുത്തിട്ട്. പക്ഷെ അവിടെ പോയ ടൈം എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ കുറച്ച് നാട്ടുകാരൊക്കെ ചോദിച്ചു, കുറച്ച് ലോങ് വീഡിയോ ആക്കിയിട്ട് തന്നെ എടുത്തൂടെ, കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കേ അറിയുന്നില്ല. അപ്പോൾ ഇതേപോലെ അറിയാത്ത ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ കാണുകയും കൂടി ചെയ്യാമല്ലോ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് താല്പര്യം അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ലോങ് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഉച്ചപൂജേൻ്റെയും പിന്നെ കളം വരക്കുന്നതിൻ്റെ ഒക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് പോകുമ്പോൾ ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് ഇപ്പോൾ വീട്ടിലെത്തി. കളം വരക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 മണിക്കൂർ ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പോൾ അത്രയും ടൈം നമ്മൾ അവിടെ ഇരിക്കുന്നില്ല, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ്. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം പിന്നെ ദീപാരാധനയുണ്ട്, സന്ധ്യാവേള, പിന്നെ തായമ്പക, അത്താഴ പൂജ, അയ്യപ്പൻ കൂത്ത്. അതെന്താ സംഭവം എന്ന് കറക്റ്റ് നമുക്കും അറിയില്ല, കാരണം ഇത് ആദ്യമായിട്ട് ഇവിടെ നടക്കുന്നതാണ്, ആർക്കും അറിയില്ല. ഇതിൻ്റെ കുറച്ച് അതായത് തെക്കേ ഭാഗത്തു നിന്നുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പൂജയും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം താലപ്പൊലി ഉണ്ട്. ഇവിടെ നമുക്ക് കുറുവയിൽ പൊടിക്കളം എന്ന് പറഞ്ഞിട്ട് മുത്തപ്പൻ്റെ ഒരു സ്ഥാനമുണ്ട്. അവിടുന്ന് ഇവിടെ അയ്യപ്പ മഠത്തിലേക്ക് താലപ്പൊലി ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ നോട്ടീസിലുണ്ട്. തുടർന്ന് ഈടും കൂറും, കളപ്രദക്ഷിണം, കളപൂജ, തോറ്റമ്പാട്ട്, കളത്തിലാട്ട്, തേങ്ങയേറ്, കളപ്രസാദ വിതരണം, കൂറവെളിക്കൽ, സമർപ്പണം. ഇത്രയും കാര്യങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ 8:45 ശേഷമാണ്. അപ്പം എന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ല. ഇതിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ. ഇത് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ലതോ. ഇങ്ങനെയാണ് കളം വരച്ചിട്ടുണ്ടാവുക. ഇവരിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ല, ഔട്ട്ലൈന് വരച്ചിട്ട് ഒരു ഗ്രീൻ കളർ പൗഡർ വെച്ചിട്ട് ഇപ്പോൾ ഫില്ല് ചെയ്യാൻ ചെയ്യുന്നുണ്ടായത്. അപ്പോൾ പിന്നെ അത്രയും ടൈം അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോഴേക്ക് ഏകദേശം കളമൊക്കെ വരഞ്ഞ് കഴിയും. അപ്പം ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ വഴിയേ കാണാം. അപ്പം ബാക്കി ഇതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ വഴിയേ കാണാം. നമ്മൾ അവിടെ എത്തുന്ന സമയം ഉച്ചപൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നട അടച്ചിട്ടാണ് ഉണ്ടായത്. പുറത്ത് ഈ കാണുന്നത് കളം വരക്കേണ്ട പന്തലൊരുക്കിയതാണ്. പന്തലിൻ്റെ ഉള്ളിൽ വിളക്കും പിന്നെ പൂജക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇരിപ്പിടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലത്തെ പൂജ കഴിഞ്ഞിട്ടായിരിക്കും പുറത്ത് പൂജ ഉണ്ടാവുക. പൂജ കഴിഞ്ഞതിന് ശേഷം നട തുറന്ന് നമ്മളൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഉച്ചപൂജേൻ്റെ സമയം വലിയ ആളും തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. വൈകുന്നേരമാണ് ഇനി ആൾക്കാരൊക്കെ കൂടുതൽ വരിക. പൂജയ്ക്ക് ശേഷം പന്തലൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരാണ് കളം വരക്കൊക്കെ ചെയ്യുന്നത്. ഇവർ തന്നെയാണ് അയ്യപ്പൻ കൂത്തൊക്കെ നടത്തുന്നതും. അപ്പോൾ നമുക്കൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അകത്തെ പൂജയ്ക്ക് ശേഷം പുറത്ത് പന്തലിലും പൂജയുണ്ടായിരുന്നു. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് പോയി. ചെറിയ രീതിയിൽ ഒരു സദ്യ പോലെ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ചോറുണ്ടായിരുന്നു, പിന്നെ ഇഞ്ചിക്കറി, സാമ്പാർ, ഒരു ഉപ്പേരി, കൂട്ടുകറി, അച്ചാറ്, ഇത്രയും കാര്യങ്ങളായിരുന്നു ഉണ്ടായത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് പന്തലിലേക്ക് ചെന്നപ്പം ഇവർ പച്ചയോലയൊക്കെ വെച്ചിട്ട് പന്തല് കുറച്ചും കൂടി ഭംഗിയിൽ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ കളം വരയ്ക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ആദ്യം വെള്ള കളർ പൊടി വെച്ചിട്ട് ഔട്ട്ലൈൻ വരക്കുകയാണ് ചെയ്തത്. അശ്വാരൂഢനായ ശാസ്താവിനെയാണ് ഇവർ വരക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇവർ പച്ച കളർ പൊടി വെച്ചിട്ട് ഈ ഔട്ട്ലൈന് കാണാത്ത വിധം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മുഴുവൻ കാണാൻ പറ്റിയില്ല. 2-3 മണിക്കൂർ എടുക്കും ഏകദേശം മുഴുവൻ വരച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി അത്താഴ പൂജേൻ്റെ സമയമാകുമ്പം കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. സമയം 6:45, 7 മണി ആവേണ്ടിയിട്ടായി. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇനി ബാക്കി കളം വരഞ്ഞിട്ട് ഫുള്ളായതും കാര്യങ്ങളൊക്കെ ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി അവിടെ കാണാം. ചന്തു വന്നിട്ടുണ്ട്. സ്വാമി, അമ്മ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് അവിടുത്തെ കാണാം. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടായത്. അപ്പം ദീപാരാധന കഴിഞ്ഞതിന് ശേഷം അഷ്ടപതി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അഷ്ടപതി കേട്ടിട്ട് കുറേ കാലമായി. നല്ല രസമാണ് മുഴുവൻ കേട്ടിരിക്കാൻ. പക്ഷെ നമ്മൾ പോകുമ്പോഴേക്കന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ഭാഗം കേൾക്കാൻ പറ്റിയില്ല. കളം വരച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാണ്ടിട്ട്. അഷ്ടപതിക്ക് ശേഷം തായമ്പകയായിരുന്നു. പക്ഷെ അതിനു മുന്നേ ഡോക്ടറേറ്റ് കിട്ടിയതിന് എടക്കാട് രാധാകൃഷ്ണൻ മാരാർ ആദരിക്കുന്ന ഒരു ചെറിയ ചടങ്ങുണ്ടായിരുന്നു. ആദരവിന് ശേഷം തായമ്പക സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളി തായമ്പകയായിരുന്നു. ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നിട്ടുണ്ടായത്. ഇത് കഴിയുമ്പോഴേക്ക് നമുക്ക് ചെവിടൊക്കെ ആകെ അടഞ്ഞൊരു ഫീലാണ് ഉണ്ടാവുക. എന്നാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ടും ആ ഒരു ഇതിലിങ്ങനെ മുഴുകി കേൾക്കുന്നുണ്ടായിരുന്നു മനസ്സിലൊക്കെ. തായമ്പക കഴിഞ്ഞതിന് ശേഷം അത്താഴ പൂജയും കൂടി കഴിഞ്ഞിട്ടാണ് അയ്യപ്പൻ കൂത്ത് തുടങ്ങുന്നത്. നേരത്തെ കളം വരച്ചവർ തന്നെയാണ് അയ്യപ്പൻ കൂത്ത് നടത്തുന്നത്. നന്ദികേശ്വര വേഷമാണ് ആള് ധരിക്കുന്നത്. വേഷവും ആഭരണങ്ങളൊക്കെ ധരിച്ചതിന് ശേഷം ആള് സംസാരിക്കില്ല. കൈമുദ്രകൾ വെച്ചിട്ട് മാത്രമാണ് കൂത്ത് നടക്കുന്നത്. അയ്യപ്പൻ കൂത്തിന് ശേഷം താലപ്പൊലിയോട് കൂടിയുള്ള മുല്ലക്കൽ പാട്ട് എഴുന്നള്ളത്തായിരുന്നു. നടാലിൽ തന്നെ വരുന്ന കുറുവയിൽ പൊടിക്കളം എന്ന് പറഞ്ഞിട്ട് മുത്തപ്പന്റെ സ്ഥാനം വരുന്ന അവിടുന്ന് പുന്നക്കൽ മഠത്തിലേക്കായിരുന്നു താലപ്പൊലി ഉണ്ടായത്. താലപ്പൊലിക്ക് ശേഷം ഈടും കൂറുമായിരുന്നു നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കളപ്രദക്ഷിണാണ്.
തോറ്റം പാട്ടിന് ശേഷം കളത്തിലാട്ടാണ്. ഈ ഒരു സമയമാണ് കളം വരച്ച് വെച്ചിരിക്കുന്നത് കാല് വെച്ച് മായ്ച്ചു കളയുക. ഈ ഒരു സമയം തന്നെ വാള് വെച്ചിട്ട് കുരുത്തോല കെട്ടിയത് വെട്ടി താഴെ ഇടുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇനി നടക്കാൻ പോകുന്നത് തേങ്ങയേറാണ്. വാദ്യമേളങ്ങളോട് കൂടിയിട്ട് തേങ്ങ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്യുക. ഇതോട് കൂടിയിട്ട് ഏകദേശം ചടങ്ങുകളൊക്കെ തീരും. തേങ്ങയേറിന് ശേഷം കളപ്രസാദ വിതരണം കൂടി ചെയ്തു കഴിഞ്ഞാൽ ചടങ്ങുകളൊക്കെ ഒരുവിധം അവസാനിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ചിട്ടും എൻ്റെ അറിവ് വെച്ചിട്ടുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.